ഹലോ, ഇന്നൊരു സമ്മർ ഡ്രിങ്ക് ഓറഞ്ച് ലെമനേഡിൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഓറഞ്ച്, ലെമൺ, മിൻറ്റ് ലീവ്സ്, ദെൻ അഡീഷണലി നമുക്ക് പൗഡേർഡ് ഷുഗർ. നോർമൽ ഷുഗർ ആയാലും നോ പ്രോബ്ലം, ബട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പൗഡേർഡ് ഷുഗർ ആണെങ്കിൽ. ദെൻ സോഡ അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള 7 അപ്പോ ഡ്യൂ അങ്ങനത്തെ ഏതെങ്കിലും കൂടെ നമുക്ക് വേണം. ദെൻ ഐസ് ക്യൂബ്സ്. ഞാൻ നേരത്തെ കാണിച്ച ലെമണും ഓറഞ്ചസും, ഒരു ഓറഞ്ച് എടുത്തിട്ട് 1.5 ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസാക്കി ബാക്കി 2 സ്ലൈസസ് ആക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ 3-4 പീസസ് സെപ്പറേറ്റ് ചെയ്തു. ഇതിൽ ആ ലെമണും ഓറഞ്ചും കൂടെ ഇരിക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം. സ്ക്വീസ് ചെയ്യുമ്പോൾ മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ നമ്മളൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, മിൻറ്റ് ലീവ്സും കൂടെ. സോ ഞാനിതാ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്സിക്കകത്ത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴിക്കാനുള്ള തൊലിയുടെയൊക്കെ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് കഴിക്കാനുള്ള സാധ്യതയുണ്ട്, കയ്പ്പ് വരും, ഒരു സവർ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. ദെൻ ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ഇത് ഞാൻ വേറെ സാധനങ്ങൾക്ക് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള നമ്മൾ ജിഞ്ചറോ അല്ല വെളുത്തുള്ളിയോ ഒക്കെ നമ്മൾ ചതക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും, ബട്ട് ഞാൻ അതിന് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡും അതിൻ്റെ കുറച്ച് പോർഷൻസും നമുക്ക് കിട്ടും. മിൻറ്റ് ലീവ്സ് 2-3 നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, 2-3 ഇതളുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ദെൻ അതിൻ്റെ നീര് അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതാണ് നമുക്കതിന് ഫ്ലേവർ തരുന്നത്. പ്ലസ് അവിടെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുക. ലെമൺ കൂടിപ്പോയാൽ പുളി കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും പഞ്ചസാര നമ്മൾ ചേർക്കേണ്ടി വരും. ഓറഞ്ച് ജ്യൂസ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ 2 പീസ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഡെക്കറേഷന് വേണ്ടി. ഡെക്കറേഷൻ മാത്രമല്ല, ഇതിനകത്ത് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാനാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലല്ലേ കിട്ടുക. അപ്പോൾ പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമുക്കതൊന്ന് ജസ്റ്റ് സ്ട്രോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ക്രഷ് ചെയ്ത് ലാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് നന്നായിരിക്കും, നല്ലൊരു ഫ്ലേവർ തരും. ദെൻ ഇത്രയും പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഐസ് ക്യൂബ്സ് ആൻഡ് ഓറഞ്ച് ജ്യൂസിനെ നമ്മൾ ഇടുക. അതിൻ്റെ കൂടെ പൗഡേർഡ് ഷുഗറും. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് പൗഡേർഡ് ഷുഗർ എടുക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഷുഗറിനെ അലിയിച്ച് എടുക്കേണ്ടി വരും. ഐസ് ക്യൂബ്സ് ആവശ്യത്തിന് തണുപ്പനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുക. 3-4 പീസസ് തന്നെ ധാരാളം. നമ്മൾ ആ സെറ്റിങ്സ് നോക്കിക്കേ, ഇങ്ങനെ തന്നെയാണ് ഷോപ്പിൽ കിട്ടുക. ക്രഷ് ചെയ്തത് ഏറ്റവും ബേസ് ലെയർ. ദെൻ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ സ്ലൈസസ് സൈഡിലേക്ക് വെച്ച് കൊടുത്തു. ദെൻ ഐസ്, ദെൻ പൗഡേർഡ് ഷുഗർ. മധുരം അനുസരിച്ച് ചേർക്കാം. സോഡയാണെങ്കിൽ മധുരം ഇല്ലാതിരിക്കുമ്പോൾ പഞ്ചസാര അതിനനുസരിച്ച് വേണമായിരിക്കും. അതേസമയം സ്വീറ്റൻഡ് ഡ്രിങ്കാണ് നമ്മൾ ഡ്യൂവോ 7-അപ്പോ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. സോ പൗഡേർഡ് ഷുഗറിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. then പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിനകത്തേക്ക് ഒരു 1/2 പോർഷൻ ഒഴിച്ചു കൊടുത്തു. നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്. ഷുഗറും ഒത്തിരി, നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉള്ളത് കൊണ്ട് ഷുഗർ ഒത്തിരി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. ദെൻ സോഡ. എസ്പെഷ്യലി ഹെൽത്തിനെക്കാട്ടി നമ്മൾ ഈ ചൂടത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പം നല്ല എമൗണ്ട് ആവും. ഇപ്പോൾ ഒരു 2 ഗ്ലാസിൻ്റെ പ്രിപ്പറേഷൻ ഇത്രയും കാര്യമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നതൊരു 3 ഗ്ലാസ്സിന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓറഞ്ച് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ 2 സ്ലൈസ് ലെമൺ, അതൊന്നും നമ്മൾ ഈ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. 2 ലെമൺ ഞാൻ കട്ട് ചെയ്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് വരികയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഗസ്റ്റ് ഞാനും എൻ്റെ മോളും തന്നെയാണ്. അപ്പോൾ ഞാനത് സൈഡിലേക്ക് വെച്ചു. എന്തായാലും ചെയ്യല്ലേ, അപ്പോൾ നീറ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചു. ദെൻ ആ പുതിനയുടെ ലീവ്സ് എല്ലാം മുകളിലത്തെ തണ്ട് പോർഷൻ ഇങ്ങനെ ഒരു ഡെക്കറേഷനായിട്ട് ഒരു സന്തോഷത്തിന് അവിടെ വെക്കാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഓറഞ്ചിൻ്റെ സ്ലൈസസ് കട്ട് ചെയ്തത് നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസോ, അപ്പം നമ്മൾ ഈ ഓറഞ്ച് മൊജിറ്റോ ആയിട്ടൊക്കെ നമുക്കിതിനെ പറയാം. കസ്കസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി വേറൊരു
രീതിയിലേക്ക് മാറും. കസ്കസ് ഇട്ട് കൊടുത്താലും നല്ലത് തന്നെയാണ്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഓറഞ്ച് ലെമനേഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.